നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വാർഡ് തല ശുചിത്വ പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് തല പ്രഖ്യാപനം 30-ന് CC മുകുന്ദൻ MLA നിർവഹിക്കും. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ കന്നുകാലികൾക്കുള്ള ധാതുലവണ വിതരണത്തിന്റെയും ക്ഷീരഗ്രാമം പദ്ധതിയുടെയും പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് N. മനോജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിന് പുതിയ ചുവടുവയ്പ്. തുമ്പൂർമുഴി മോഡൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് യാഥാർത്ഥ്യമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വാർഡ് തല ശുചിത്വ പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് തല പ്രഖ്യാപനം 30-ന് CC മുകുന്ദൻ MLA നിർവഹിക്കും. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെയും അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ക്യാമ്പയിന്റെയും ഭാഗമായാണ് വാർഡ് തല ശുചിത്വ പ്രഖ്യാപനം നടത്തിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് 21 വാർഡുകളുടെയും പ്രഖ്യാപനം നടത്തി. എല്ലാ വീടുകളിലും ബിന്നുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സംവിധാനം വെച്ചിട്ടുള്ളത്. മറ്റ് പല പദ്ധതികളും മാർഗരേഖകൾ പ്രകാരം അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമാണ് നമുക്കത് നൽകാൻ കഴിയുള്ളൂ. എങ്കിൽ ഇത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതി ആയതിനാൽ ഇതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങൾ വരുമാന പരിധിയും മറ്റും ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ തന്നെ നമുക്ക് എല്ലാ വീടുകളിലും കൊടുക്കാനുള്ള ലക്ഷ്യത്തിലേക്കാണ് പഞ്ചായത്ത് പദ്ധതി വെച്ച് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കമ്പോസ്റ്റ് വിത്തുകൾ പണിയുന്ന കുറച്ച് വർഷങ്ങളായിട്ട് സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരുപാട് അംഗങ്ങൾ അതിലൂടെ കമ്പോസ്റ്റ് വിത്തുകൾ പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെ മലിനജലം മറ്റൊരിടത്തേക്ക് ഒഴുകി പോകാതെ അവിടെ തന്നെ താഴ്ന്ന രീതിയിലേക്ക് സോപ്പ് പിറ്റുകൾ പണിയുന്ന സംവിധാനങ്ങൾ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമുക്കുണ്ടായിരുന്നു. അതെല്ലാം ഒരു പരിധി വരെ എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സെക്രട്ടറി AV മുംതാസ് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ വിദ്യാ രമേശ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചാക്കേരി, അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ, PS വനജ, ശ്രുതി വിജിൽ, ശ്രുതി ശ്രീശങ്കർ, KB പ്രജിത്ത്, അമ്പിളി അജിത്, ജയ, അൽഫോൺസ പോൾസൺ, സുനിത ജിനു, ധന്യ സുനിൽ, നസീജ മുത്തലീഫ്, സിനി പ്രദീപ്, പ്രിയലത പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഓരോ വാർഡിലെയും മികച്ച വീടുകൾക്കും മികച്ച സ്ഥാപനങ്ങൾക്കും മികച്ച ഹരിത അയൽക്കൂട്ടങ്ങൾക്കുമുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമ്മാനിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ കന്നുകാലികൾക്കുള്ള ധാതുലവണ വിതരണത്തിന്റെയും ക്ഷീരഗ്രാമം പദ്ധതിയുടെയും പഞ്ചായത്തുതല ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് N. മനോജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മിനറൽ മിക്സർ ധാതുലവണം പശുക്കൾക്ക് വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും ഒപ്പം തന്നെ നമ്മൾ 24-25 വാർഷിക പദ്ധതിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ഷീരഗ്രാമം പദ്ധതി അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നേരത്തെ ക്ഷീരസംഗമത്തോടു കൂടി നിർവഹിച്ചു. അതിൻ്റെ വിതരണ ഉദ്ഘാടനം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഈ പശുക്കൾക്കൊക്കെ ധാതുലവണം വിതരണം ചെയ്യുകയാണ്. അതൊരു നൂതന പദ്ധതിയായിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. എല്ലാ ക്ഷീരകർഷകർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, അതുവഴി നമ്മളുടെ പാലിലൊരു സ്വയം പര്യാപ്തത ഉണ്ടാക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അത് വളരെ മാതൃകാപരമായി നമ്മളുടെ ഈ വെറ്റിനറി ഡിസ്പെൻസറി കേന്ദ്രീകരിച്ചുകൊണ്ട് ക്ഷീരമേഖലയിൽ നിരവധി പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് ഏറ്റവും മാതൃകാപരമായി തന്നെ നമ്മുടെ ഡോക്ടർ നേതൃത്വത്തിൽ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ക്ഷീരവികസന വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും പദ്ധതികളായിട്ടുള്ള പാലിൻ്റെ സബ്സിഡി, ക്ഷീരഗ്രാമം പദ്ധതിയൊക്കെ നല്ല രീതിയിൽ മാതൃകാപരമായി.
പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. വല്ലച്ചിറ മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. ഡയറി ഇൻസ്ട്രക്ടർ വീണ വിനോദ് പദ്ധതി വിശദീകരണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സന്ധ്യാകുട്ടൻ, PS നിഷ, അംഗങ്ങളായ KV പ്രിയ, സുബ്രഹ്മണ്യൻ, വെറ്ററിനറി സർജൻ ഡോക്ടർ KT ശിവദാസ്, ക്ഷീരസംഘം പ്രസിഡന്റുമാരായ TS ഗോപി, രത്നവല്ലി, ചക്കോത്ത് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 130 ഗുണഭോക്താക്കൾക്കാണ് ധാതുലവണവും 23 ഗുണഭോക്താക്കൾക്ക് പശുക്കളെയുമാണ് വിതരണം ചെയ്തത്. മൃഗാശുപത്രി ജീവനക്കാരായ TS ഹുസൈൻ, AS സതിമോൾ, കവിത, വോഗീസ് എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിന് പുതിയ ചുവടുവെപ്പ്. തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് യാഥാർത്ഥ്യമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ ഹസീന അക്ബർ, അംഗങ്ങളായ TK ഗീത, NT സജീവൻ, റോസ്ലി ജോയി, സുനിൽ കുമാർ, അനിത ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി അനീഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആഷിഫ് എന്നിവർ സംസാരിച്ചു. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രം ശ്രീ വലയാധീശ്വരി സുവർണമുദ്ര പുരസ്കാരം കൈപ്പന്തം അമരക്കാരൻ MS ഭരതന് സമ്മാനിക്കും. ഏപ്രിൽ 2-ന് രോഹിണി വിളക്ക് ദിവസം പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഭഗവതിയുടെ രൂപം ആലേഖനം ചെയ്ത തങ്കപ്പതക്കവും കീർത്തി ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം. 2025 ഏപ്രിൽ 2-ന് രോഹിണി വിളക്ക് ദിവസം അധിവാസം വിടർത്തി പൂജ, പരികലശ പൂജ, 108 പരികലശ പൂജ, വലിയ പാണി, ദർശന പുണ്യമായ സ്വർണ്ണക്കുടത്തിൽ ബ്രഹ്മകലശാഭിഷേകവും നടക്കും. വല്ലച്ചിറ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ കിളിവാതിൽ അംഗൻവാടി സമർപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടിക്ക് സ്ഥലം വിട്ടു നൽകിയ വള്ളിയിൽ മണിയെ MLA ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PS നിഷ, സന്ധ്യാകുട്ടൻ, അംഗം TB സുബ്രഹ്മണ്യൻ, CR മദനമോഹനൻ, BDO CM അനീഷ്, CDPO ശ്രീവിദ്യ S മാരാർ, അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ചേർപ്പ് നോർത്ത് യൂണിറ്റിൽ പതാക ദിനാചരണം നടത്തി. പെരുമ്പള്ളിശ്ശേരിയിൽ നടന്ന പരിപാടിയിൽ നോർത്ത് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് M ഗോവിന്ദൻകുട്ടി പതാക ഉയർത്തി. യൂണിറ്റ് സെക്രട്ടറി PK ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് KS മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബഡ് സ്കൂളിന് ബസ് കൈമാറി. CC മുകുന്ദൻ MLA SDF-ൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ചാണ് ബസ് വാങ്ങി നൽകിയത്. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. 15.8 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ബസ് വാങ്ങി നൽകിയത്. പഴയ വാഹനം കേടുപാടിലായതിനെ തുടർന്ന് കാലങ്ങളായി വിദ്യാർത്ഥികളുടെ യാത്ര ഏറെ പ്രതിസന്ധിയിലായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PS നജീബ്, CK കൃഷ്ണകുമാർ, ബ്ലോക്ക് BDO സുഷമ മോഹൻ എന്നിവർ സംസാരിച്ചു. ശ്രീരാമൻ ചിറ തണ്ണിമത്തൻ കൃഷി വിളവെടുത്തു. VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നേതൃത്വത്തിൽ താന്യം, അന്തിക്കാട് പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന ശ്രീരാമൻ ചിറ പാടശേഖരത്തിലെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. തണ്ണിമത്തന്റെ ആദ്യ വിൽപ്പന ഫുട്ബോൾ താരം IM വിജയനും സിനിമാ സംവിധായകൻ സത്യൻ അന്തിക്കാടും നടത്തി. കാർഷിക ഭൂമിയും ഉൽപാദനവും വിപണനവും കർഷക നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ശുദ്ധമായ കാർഷികോൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് സംസ്കൃതിയുടെ ലക്ഷ്യം. പത്മശ്രീ IM വിജയനെയും കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു. VK മോഹനൻ കാർഷിക സംസ്കൃതി കൺവീനർ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CC മുകുന്ദൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, എലൈറ്റ് ഗ്രൂപ്പ് MD TR വിജയകുമാർ, അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ, ഷീല വിജയകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. VK മോഹനൻ കാർഷിക സംസ്കൃതി കൺവീനർ KK രാജേന്ദ്രബാബു, MV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് 2025 പരീക്ഷയിൽ ഓൾ ഇന്ത്യ തലത്തിൽ 213-ാം റാങ്ക് കരസ്ഥമാക്കി പഴുവിൽ സ്വദേശി പണിക്കശ്ശേരി വീട്ടിൽ PM നിഹാൽ. തൃശൂർ തലക്കോട്ടുകര എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും 2017-21 ബാച്ച് BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം കരസ്ഥമാക്കിയ നിഹാൽ 2025 ഗേറ്റ് ടെസ്റ്റിലാണ് മികച്ച നേട്ടം കരസ്ഥമാക്കിയത്. പഴുവിൽ പണിക്കശ്ശേരി മുസ്തഫ ഷമീമ ദമ്പതികളുടെ മകനാണ് PM നിഹാൽ. യുവാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തു.
മതിലകം സ്വദേശി തച്ചപ്പള്ളി വീട്ടിൽ നസ്മലിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി ഗണേശമംഗലം സ്വദേശിയായ തിരുവണ്ണാൻപറമ്പിൽ വീട്ടിൽ 29 വയസ്സുള്ള അജീഷ് എന്നയാളെ 2024 ഓഗസ്റ്റ് മാസത്തിൽ ഗണേശമംഗലത്ത് വെച്ച ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. അജീഷിന്റെ ബന്ധുവിന്റെ മൊബൈൽ ഫോൺ നസ്മലിന്റെ സുഹൃത്ത് എടുത്തുകൊണ്ടുപോയത് തിരികെ ചോദിച്ചതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണം. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ നസ്മൽ തൃപ്രയാർ വന്നതായി രഹസ്യവിവരം ലഭിച്ചത് പ്രകാരമാണ് ഇയാളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയതിൽ നസ്മലിനെ റിമാൻഡ് ചെയ്തു. നസ്മലിന് കവർച്ച ഉൾപ്പെടെ 4 കേസുകളുണ്ട്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ SI ശ്രീലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജ്കുമാർ, ജിനേഷ്, സിവിൽ പോലീസ് ഓഫീസർ അലി എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. റമദാൻ മാസത്തിലെ പ്രധാന ദിവസമായ 27-ാം രാവിൽ ചേറ്റുവ മഹല്ലിലെ വിവിധ കുടുംബങ്ങൾക്ക് മഹല്ല് കമ്മിറ്റി സ്വരൂപിച്ച ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു. 750-ലധികം വീടുകളിലേക്കുള്ള കിറ്റ് വിതരണം മഹല്ല് ഖത്തീബ് സലീം ഫൈസി അടിമാലി ഉദ്ഘാടനം ചെയ്തു. VP അബ്ദുൾ ലത്തീഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. മഹല്ല് റിലീഫ് കമ്മിറ്റി ചെയർമാൻ ബാബു ഗൾഫ് പാർക്ക്, ഇബ്രാഹിം കുന്നത്തുകായിൽ, ES ഖാദർ, RP ജുനൈദ്, RM സിദ്ദീഖ്, PM അബ്ദുൾ ജലാൽ ലാഹു എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8340 രൂപ, പവന് 66,720 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഷേർപ്പ് ഗ്രാമപഞ്ചായത്ത് വാർഡ് തല ശുചിത്വ പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് തല പ്രഖ്യാപനം 30-ന് CC മുകുന്ദൻ MLA നിർവഹിക്കും. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ കന്നുകാലികൾക്കുള്ള ധാതുലവണ വിതരണത്തിന്റെയും ക്ഷീരഗ്രാമം പദ്ധതിയുടെയും പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിന് പുതിയ ചുവടുവയ്പ്. തുമ്പൂർമുഴി മോഡൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് യാഥാർത്ഥ്യമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.